ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഹോം പ്രൊഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നല്ല ചെയ്യുന്നത്. ഇത് വെച്ചാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അത് ഉപയോഗിക്കുമ്പോഴുള്ള ആ ഒരു കംഫേർട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും എല്ലാം കൂടി വന്നപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ താഴെ വെച്ചിരിക്കുകയാണ്. താഴെ പാ വിരിച്ചിട്ടാണ് ഇപ്പോൾ അത് നെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ. മുകളിലേക്കും ഓവൽ ഷേപ്പായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ പുറത്ത് ഇതിൻ്റെ ഒരു സിബ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നീട് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇപ്പോൾ ബെഡ് നമ്മളിത് സിബ് ഓപ്പൺ ചെയ്തിട്ട് ബെഡ് അതിനുള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ബെഡ് തന്നെ മൊത്തത്തിൽ അതിനുള്ളിൽ വെക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതാ ഇങ്ങനെ കാണുന്ന പോലെ നമ്മളിപ്പോൾ സിബ് പുറത്തു നിന്ന് തുറന്നിട്ട് ബെഡ് അതിനുള്ളിലേക്ക് വെച്ചിട്ട്, ഇപ്പോൾ കുട്ടികളാണ് ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് പാരൻറ്റിന് തന്നെ പുറത്തുനിന്ന് ആ സിബ് അടയ്ക്കാൻ പറ്റും. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അത് പുറത്തുനിന്ന് നമുക്ക് തന്നെ അത് ക്ലോസ് ചെയ്യാം. മുതിർന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ വേറൊരു സിബ് ഉണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലിരുന്ന് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. പിന്നെ മറ്റൊന്ന്, ഈ നെറ്റിൻ്റെ താഴെ അടിഭാഗത്ത്, അതായത് കട്ടിലിൻ്റെ മേലെ വരുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്ലോത്ത് തന്നെയാണ്. എന്നുവെച്ചാൽ അത് കട്ടിലിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചീത്തയാവാത്ത, കംപ്ലൈൻ്റ് ആവാത്ത രീതിയിൽ നല്ലൊരു ക്ലോത്തായിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇപ്പോൾ നമ്മൾ കിടക്കുന്ന ആളുടെ ദേഹത്തേക്ക് പൊടിയൊന്നും വീഴാത്ത രീതിയിലുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ റൂമിലിങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഫോൾഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു ബാഗിനുള്ളിൽ വെക്കാം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ഫോൾഡിങ്ങിൻ്റെ രീതി, ആ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് ഫോൾഡ് ചെയ്യണം, എന്നാലേ അത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ഈ 4 സൈഡുകളും ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ച ശേഷം ഈ കാണുന്ന രീതിയിൽ തന്നെ അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഉള്ളിലേക്ക് വളച്ച് വെച്ചിട്ട് തന്നെ പിടിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അതിങ്ങനെ വളച്ച് വെച്ചിട്ട് ഈ ഒരു എസ് ആകൃതിയിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലെയർ മറ്റതിൻ്റെ ഉള്ളിലേക്ക്, 2 ലെയറുകൾ ഉള്ളിലാവുന്ന രീതിയിൽ ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിലാണ് അവസാനം ഇതിൻ്റെ ഒരു ഷേപ്പായിട്ട് വരിക കേട്ടോ. ആ 2 ലെയറും ഉള്ളിൽ പോകണം. പുറത്തുള്ള 2 ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതേ ഷേപ്പിലുള്ള അതിൻ്റെ ആ ഒരു കവർ ഉണ്ടാവും. ആ കവറുള്ളിലേക്ക് അതങ്ങ് കയറ്റി വയ്ക്കുക. നെറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തൊരു എലാസ്റ്റിക് ഉണ്ട്. ആ എലാസ്റ്റിക് കൊണ്ട് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ബാഗിലിടാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ വേനൽക്കാലങ്ങളിൽ കൊതുക് കുറവായിരിക്കും. മഴക്കാലത്താണല്ലോ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയങ്ങളിലാണ് കൊതുക് ഉണ്ടാവുക. അന്നേരമാണ് നമുക്ക് ഈ സീസണലായിട്ടുള്ളൊരു യൂസാണ് ഈ ഒരു കൊതുക് വലയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് ഇതുപോലെ ബാഗിലാക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത് ഓൺലൈനിലാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1200 രൂപയ്ക്ക് അടുത്താണ്. ഇപ്പോൾ ഈ കവറിൽ കാണുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.